നമുക്കേത് ഓഡിയോ സിസ്റ്റത്തേലും വളരെ ഈസി ആയിട്ട് ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ പറ്റും. ബ്ലൂടൂത്ത് ഡിവൈസ് അതതിൻ്റെ അകത്ത് തന്നെ പിടിപ്പിക്കാം. പുറത്ത് കുത്തുന്ന ഡിവൈസുകൾ കിട്ടാനുണ്ട്. ഇതല്ല, അകത്ത് യാതൊരു ഡിസ്റ്റർബും ചെയ്യാതെ ആ സെറ്റിൻ്റെ ഒറിജിനാലിറ്റിക്ക് ഒരു മാറ്റവും വരുത്താതെ ചെയ്യുകയാണ്. അപ്പോൾ സോണിയുടെ ഒരു 5.1 എസ് മാസ്റ്റർ ആംപ്ലിഫയറിലേക്കാണ് നമ്മൾ ഈ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന് നോക്കിയാൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബോർഡ് മേടിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ഫിറ്റ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന് എല്ലാവരും നോക്കുക. സോണിയുടെ 5.1 ആംപ്ലിഫയറിലാണ് നമ്മൾ ഈ ബ്ലൂടൂത്ത് ആക്കുന്നത്. അല്ല, ഇതേ നോട്ടം എടുക്കണ്ട, നമുക്കൊരു 5 വോൾട്ട് വേറെ കൊടുക്കാം. ലൈൻസ് എന്തെങ്കിലും കാരണം വെച്ചാൽ ഇതിനൊരു കംപ്ലൈൻറ്റ് വന്നാലും 5 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ എടുക്കാൻ അതിന് മാത്രം പൈസ ഒന്നും. ഈ ഫാൻ തന്നെ എടുത്താലും മതി. 6.5 വോൾട്ടേ ഉള്ളൂ ഫാൻ.
ഇത് ബ്ലൂടൂത്ത് പിടിപ്പിക്കാനാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് ബ്ലൂടൂത്തിൻ്റെ ബോർഡ്. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ലൈനെല്ലാം കൂടെ എടുക്കണം. ഇത് 1 2 3 4 5 ബ്ലൂടൂത്ത് ബോർഡാണ്. അതൊരെണ്ണം നമ്മൾ ഒടിച്ചെടുക്കുന്നു. ഒരെണ്ണം ഇത്ര മതി. ഇപ്പം എൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തെടുക്കണം. ഇവിടുന്ന് വേറെ എടുത്തു. മാർക്കർ വെച്ച് ഒരു അടയാളം വെക്കാം. ഞാൻ പേപ്പർ വേറെ ആവശ്യം. ഇത് ഗ്രൗണ്ട്, റൈറ്റ് ഔട്ട്, ലെഫ്റ്റ് ഔട്ട്, 3 വയർ എടുത്തേ. 3 വയർ അത് ഇതിനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. ഗ്ലൂ ഗൺ ഒന്നിടാം. ഇതേക്കാം. ലെഫ്റ്റ് ആണ് എടുക്കുന്നത്. ലെഫ്റ്റ് ലെഫ്റ്റ് ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്. ഇത് ലെഫ്റ്റിന്. പിന്നെ നടുക്കത്തേത് അത് എർത്താണ്. കോമൺ ആണ് സാധനം. രണ്ടിനും കൂടെ എർത്ത് വരണം. ഇന്നർത്ത് അതിപ്പോ ഇവിടെ കൊടുക്കും. ഇനി അടുത്ത റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ് റൈറ്റ്, വൈറ്റ് ലെഫ്റ്റ് ആയിരിക്കും. റൈറ്റ് ഇടാൻ ഒരു ഇൻസുലേഷനെ പിന്നെ എൻ്റെ അടിയിൽ ഇച്ചിരി പൊട്ടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ബോർഡ് വെച്ചു. ഇനിയിപ്പോൾ സപ്ലൈയും കൂടെ കൊടുത്താൽ മതി. കറക്റ്റ് ആ ബോർഡ് അവിടെ ഒതുക്കി സപ്ലൈ ചെയ്താൽ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. മെറ്റൽ ബോഡിയിലേക്ക് കണക്ഷനുണ്ട്, അത് കൊടുത്തു. പിന്നെ ബാക്കിലുള്ള കുറച്ച് സ്ക്രൂകളുണ്ട് ഇതിൻ്റെ. അതിന് പാടവും നമുക്ക് നോക്കിയിട്ട് ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് നെഗറ്റീവ്, ഈ കട്ടുള്ളത് പോസിറ്റീവ്. 1-2 സ്പീക്കറും കൂടെ എടുക്കുമോ? കൊടുക്കേ. എൻ്റെ ഫോണിൽ നേരത്തെ ബ്ലൂടൂത്ത് കിട്ടുമെന്നോ കേട്ടോ. തന്നെ പോന്നല്ലോ. അടിപൊളി വർക്കായി.
5 വോൾട്ട് പവർ സപ്ലൈ വേറൊരു അഡാപ്റ്റർ വെച്ചാണ് നമ്മൾ ഈ സെറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യിച്ചത്. ബ്ലൂടൂത്ത് ഇപ്പോൾ വർക്കായി. അപ്പോൾ ആ അഡാപ്റ്റർ ഒരു വലിയ ബോക്സ് പോലെയല്ലേ. അപ്പോൾ അഡാപ്റ്റർ നമ്മൾ കവർ ഒരു പശയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് പൊട്ടിച്ചെടുത്തിട്ട് ആ അഡാപ്റ്ററിനകത്ത് ബോർഡ് മാത്രം എടുത്ത് സെറ്റിനകത്ത് വെക്കാനാണ്. ഇതാണ് അഡാപ്റ്റർ, 5 വോൾട്ട് അഡാപ്റ്റർ. ഇത് നമുക്കൊരു എന്തെങ്കിലും ഉളിയോ വല്ലതും വെച്ച് പൊട്ടിച്ചെടുത്തിട്ട് ആ അഡാപ്റ്റർ എടുത്ത് ആ അഡാപ്റ്റർ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. യേശുദാസ് വലിയൊരു പാട്ടുകാരനല്ലേ, അതേപോലെ എനിക്ക് പാട്ട് പാടാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നു. ഞാൻ ജനിച്ച് കൊച്ചിലെ തൊട്ട് ചെയ്യുന്നു. എല്ലാം എന്നെ പഠിപ്പിച്ച എൻ്റെ അപ്പൻ. ജനിച്ച് വീണപ്പം തൊട്ട് ഞാൻ വയറേലായിരുന്നു പറയുന്നത്. ഊരുക, കുത്തുക, ഉപയോഗിക്കുക, അങ്ങനെയായിരുന്നു. ഇല്ല എൻ്റെ അപ്പനാണ് എൻ്റെ അടിസ്ഥാനം. ഞാൻ ആദ്യം 2 ബാറ്ററി വെച്ച് ബൾബ് കത്തിക്കാനാണ് പഠിച്ചത്. വേടം പറയുന്ന പോലെ എൻ്റെ വീട്ടിലന്ന് കറണ്ട് ഇല്ലായിരുന്നു. വേടനെ ഇഷ്ടമില്ലേ? അല്ല, വേടന ആരാന്ന് ഓർത്താ? അത്രയൊക്കെ പഠിച്ചില്ലേ? ഞങ്ങൾക്ക് അവൻ ആരാന്ന് പോലും അറിയത്തില്ലായിരുന്നു. വേടനെ ആരാന്ന് പോലും അറിയത്തില്ലാത്തവരായിരുന്നു ഞങ്ങൾ. കേസും കൂട്ടമൊക്കെ ഉണ്ടായപ്പോഴാണ് നമ്മൾ പുള്ളിയെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ പല പാട്ടുകളും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു വ്യക്തി, ഒരു റാപ്പ് സിംഗർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതും പിന്നെ നമ്മൾ പുള്ളിയെ ഫോളോ ചെയ്തതും പുള്ളിയുടെ പാട്ടുകൾ നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒറ്റ അടിയാണ്, 400 വോൾട്ട് അടിക്കും. 1 സെക്കൻഡ് അടിക്കുകയുള്ളൂ, അധികം നേരമൊന്നും അടിക്കില്ല. അതിനുള്ള ഈ സാധനം എറിയും. അത് വേണേൽ ഒരെണ്ണം തരാം. അത് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അടിപൊളിയാണ്. ഒറ്റ അടി അടിക്കുകയുള്ളൂ, വട്ടം ടച്ചിൽ കുറയും. അല്ല, പട്ടാമ്പിക്ക് കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് കാശൊന്നും വേണ്ട പട്ടാമ്പിക്ക്. അവന്മാർ പൊട്ടിയോ?
പിന്നെ വേണ്ട. അയ്യോ. കാശൊന്നുമില്ല. ഇവര് ഇനി വല്ല പണിയെടുത്തുണ്ടാകണം. ഉള്ള കാശെല്ലാം നാട്ടുകാർ തട്ടിക്കൊണ്ട് പോയി, ഓരോരുത്തർക്ക് കൊടുത്തു. മക്കളെ രാജ്യം കടത്തി, അതിൻ്റെ കടം കിടക്കുന്നു. മക്കളെ കെട്ടിച്ചു വിട്ടതിൻ്റെ കടം കിടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിനി ഇച്ചിരി കാശുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയൊക്കെ ആയിട്ട് ഇറങ്ങി. യൂട്യൂബിൽ നിന്ന് ഇച്ചിരി കാശ് കിട്ടിയാലേ കാര്യമുള്ളൂ. പ്രശ്നമുണ്ട്, വെടികെട്ടാൻ പോയതല്ലേ ഉള്ളൂ. യൂട്യൂബുമായിട്ട് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അവരുടെ ഒരു പോളിസീസ് ഉണ്ട്. പോളിസി അനുസരിച്ച് യൂട്യൂബിൻ്റെ വരുമാനം പുറത്ത് ആരോടും പറയാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന വരുമാനം കിട്ടാൻ തുടങ്ങി. എല്ലാ ദിവസവും കിട്ടും. ഇലക്ട്രോണിക്സ് യാത്രയെക്കാളും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഇലക്ട്രോണിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. യാത്ര തുടങ്ങിയ സമയത്ത് ഇട്ടുകൊണ്ടാണോ എന്നറിയത്തില്ല, അതിന് വ്യൂവേഴ്സ് കുറവാണ്. ഇലക്ട്രോണിക്സിന് ഭയങ്കര വ്യൂവർ, 57K 50K ഒക്കെയാണ്. മറ്റേതൊക്കെ 1K 2K ഒക്കെ ഉള്ളൂ. ഇലക്ട്രോണിക്സ് വന്നപ്പോഴാണ് നമുക്ക് ഗുണമുണ്ടായത്. ഇപ്പം ചൂടായില്ലേ, പണി തീർക്കാൻ അടുത്ത സാധനം നിൽക്കുന്നു. മറിക്കും മറിക്കും മറിക്കും. കൈ പൊള്ളിച്ചു. ഇത് ചൂടാ, ഇത് ചൂടാ, ഷോക്കൊന്നുമല്ല, ചൂട് ചൂട്. അത് ഞങ്ങൾ തരും. അത് ഞങ്ങൾ കട താഴെ വെച്ചിട്ടുണ്ട് 400 വോൾട്ട് കപ്പാസിറ്റർ. അത് കയറാതിരുന്നാലും മതി. വലിയ ശല്യം ചെയ്യുന്നവർക്ക് വലിയ ശല്യം ചെയ്യുന്നവർക്ക് കൊടുക്കാൻ. ഈ വേടം പറയുന്ന പോലെ വേടം ഭയങ്കര ഡയലോഗുകളാണ് വിടുന്നത്. പഴയ തലമുറ ഒരു ഓപ്പണിംഗ് സ്റ്റേജിൽ എത്ര പേരാ വരുന്നത്. അയ്യോ, പെണ്ണുങ്ങളൊക്കെ എന്നാ ഒന്ന് കാണുന്നത്. അല്ലല്ല, അവിടെ പെണ്ണുങ്ങളൊക്കെ ചാടുന്ന ചാട്ടം കാണണം. കണ്ടത്ത് ചെളിക്കകത്ത് കിടന്ന് പെണ്ണുങ്ങൾ ചാടണം വേടനെ കണ്ടോണ്ട്. എല്ലാം കൊച്ചു പിള്ളേരാ. അതായത് കഴിഞ്ഞ തലമുറയിലെ കാരണന്മാരെല്ലാം പിഴയാന്നാണ് വേടം പറയുന്നത്. അതൊരു പരിധി വരെ സത്യവും. നമ്മുടെ കാരണന്മാർ എല്ലാം 6 പിഴകളാണ്. കൊലയാളികളും പൈസ ദൂർത്തടിക്കാരും അനാവശ്യ പരിപാടികൾ കാണിക്കുന്നവന്മാർ എന്നാണ് വേടം പറയുന്നത്. അതൊരു പരിധി വരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. തല കൊണ്ട് പോകും. സ്വർണത്തിന് എന്താ വിലയാ? കള്ളം തല കൊണ്ട് പോകും. പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? ഒരു വിശേഷം പറയാനില്ലേ? റോഡ് ശരിയാക്കിയോ? ഇല്ല. അച്ഛൻ എന്നെ എടുക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ പോന്നു കഴിയുമ്പം തന്നെയാണല്ലോ. അച്ചാച്ചനൊരു ബോറടിയാണല്ലോ. മോൻ വീട്ടിലിരുന്ന് ഒരു പടിയും എടുത്ത് വെടി വെക്കാനുള്ള പടി പണി കിട്ടി. കണ്ടോ? അത് വെച്ച് വെടി വെക്കുകയാണ്. വെടി ഒരിടത്ത് മുട്ടാതെയൊക്കെ ഇരിക്കാൻ ഗ്ലൂ ഗണ്ണാണ്.
അപ്പോൾ ഇത് ഫിനിഷായി. ഇതാകെ ഒന്ന് കാണിച്ചു തരാം. അല്ല വാചാടിക്കാരിയുടെ വായി നാക്കുണ്ടോന്ന് നോക്കിയ സോണിച്ചായ അതെ അതെ ഒരു വീഡിയോ പിടിക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാണം കുറഞ്ഞു നിൽക്കും. എനിക്കറിയാൻ മേല. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എല്ലാം കാണിച്ച് നിർത്താം. ആ പറഞ്ഞേക്കട്ടെ കുറേ കാര്യങ്ങൾ. പറഞ്ഞോളൂ. എൻ്റെ മുഖം നോക്കി പറയണ്ടേ, ഞാൻ മുഖത്ത് നോക്കി പറയാം. ഇതെന്നാന്ന് പറഞ്ഞേ? ഇതാണ് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബോർഡ്. ഈ ബോർഡ് ഇവിടെ വെച്ചു, ലൈനിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തു. ഇവിടെ സെറ്റിൻ്റെ പവർ സപ്ലൈ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈ അഡാപ്റ്റർ 5 വോൾട്ട് എടുത്ത് വെച്ചു. കാരണം സെറ്റിന് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഈ ബ്ലൂടൂത്ത് പിടിപ്പിച്ചതിൻ്റെ പേരിൽ സെറ്റുമായിട്ട് യാതൊരു സപ്പോർട്ടും ഉണ്ടാകരുത്. നാളെ ഇനി ബ്ലൂടൂത്ത് വേണ്ട ഇത് വലിച്ചു കുറച്ച് ദൂരോട്ട് കളഞ്ഞാൽ മതി. സെറ്റിന് അതിൻ്റെ പേരിൽ ഒരു കേടും വരരുത്. അപ്പം അതുപോലെ താമസം വരുമ്പോഴാണ് വർക്ക് ചെയ്ത് മടുക്കും. പിന്നെ അതെയോ? ഏത് വീഡിയോ എന്ന് പറയാം നമുക്ക്. ചില ക്യാമറ മറ്റേ ക്യാമറ ആണെങ്കിൽ അങ്ങനെ വരും. എന്നാൽ പിന്നെ മറ്റേ ക്യാമറ അത് പിന്നെ 360 ക്യാമറ അതങ്ങനെ മുഖം ഇരിക്കുള്ളൂ. അതങ്ങനെയുള്ള ക്യാമറ ആണ്. അത് സീനറി എടുക്കാനുള്ള ക്യാമറ. അപ്പം ഓരോരുത്തർ പറയുന്നത് കേട്ടോ, 360 ക്യാമറയിൽ എടുത്താൽ മുഖം വല്ലാണ്ടിരിക്കും. അത് അവർക്ക് അറിയത്തില്ല കേട്ടോ. അത് സീനറി എടുക്കാനുള്ള ക്യാമറയാണ്. ആ ക്യാമറയുടെ ലെൻസ് അങ്ങനെയാണ്. എല്ലാവർക്കും അറിയാവുന്നവർക്കറിയാം, ബ്ലോവേഴ്സിനെല്ലാം അറിയാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ സോണിയുടെ ഒരു 5.1 ഹോം തിയേറ്ററിൽ ബ്ലൂടൂത്ത് ഇല്ലാത്തതാണ്. പെൻഡ്രൈവ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാനത് ബ്ലൂടൂത്ത് പിടിപ്പിച്ചു. അപ്പോൾ ഏത് സെറ്റേലും ഇതുപോലെ നിസ്സാരമായിട്ട് ബ്ലൂടൂത്ത് പിടിപ്പിക്കാം. അതിൻ്റെ ഒരു ബോർഡേലും ഡിസ്റ്റർബ് ചെയ്യാതെ. സത്യത്തിൽ അതിൻ്റെ സപ്ലൈ എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷേ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിനാവശ്യത്തിന് ആംബിയറുള്ള പവർ സപ്ലൈ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത് നമ്മൾ അതിനെ കട്ടെടുക്കണ്ട. നമ്മൾ വെക്കുന്ന ഡിവൈസിനുള്ള 5 വോൾട്ട് സപ്ലൈ ഇതാണ്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നു. ഡിവൈസ് വെച്ചിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. പാട്ട് മുമ്പേ പാടി കേൾപ്പിച്ചല്ലോ, ഇനി കവർ ഇടാൻ പോവാണ്. പാട്ട് വേണേൽ ഒന്നുകൂടെ പാടിച്ച് കേൾപ്പിക്കാം. പവർ കൊടുക്കുന്നു. പവർ കൊടുക്കുന്നു. ഞാൻ ആ അഡാപ്റ്ററിൽ ഒരു പച്ച ലൈറ്റ് ഉണ്ടായിരുന്നു, അത് കളയാൻ പോയില്ല, അവിടെ ഇരുന്നോട്ടെ, രസമല്ലേ. ഇതിനകത്തൊരു വെട്ടം വരിക. അപ്പം ഇത് നമ്മൾ ടി വി എന്ന് പറഞ്ഞ മോഡിലാണ് ഈ സാധനം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ടി വി എന്ന് പറഞ്ഞ മോഡിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ 2 സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ, എല്ലാം ഒന്നും കൊടുത്തിട്ടില്ല. അതെല്ലാം കിട്ടിക്കോളും. മൊബൈൽ എടുക്കുന്നു, ബ്ലൂടൂത്ത് എടുക്കുന്നു. നമ്മുടെ കണക്ട് ചെയ്ത ബ്ലൂടൂത്ത് ഓൾറെഡി കണക്റ്റഡാണ്, ഓണാക്കിയത് കണക്റ്റഡായി. അതാണല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട് ബ്ലൂടൂത്തിന്. Anymore, I might just break all the heartache, 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 all the. കവറുന്തി ജമിനി മാഡത്തിന് നമ്മളോട് എന്തോ പറയാനുണ്ടല്ലോ അല്ലേ ജെൻസി? എന്തോ ഒരു കള്ളത്തരം പറയാനുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്കത് മനസ്സിലാവും. ആളുടെ നിപ്പും ആ ടെൻഷനൊക്കെ കണ്ടിട്ട് ചെറിയ ടെൻഷനുണ്ട്. ടെൻഷൻ മാറുമായത് അല്ലേ ജെൻസി? ഇവിടെ വന്നപ്പോൾ ടെൻഷൻ മാറുമായത്. ടെൻഷൻ എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നാ ഉണ്ടാകുന്ന ടെൻഷൻ എടുത്തിട്ട്. അപ്പോൾ ഈ പിള്ളേരുടെ നമ്പറുണ്ട്, റെഡി ആയിട്ടുണ്ടോയെന്ന് വിളിച്ചു പറഞ്ഞത് ജെൻസി. ഇവിടെ നീ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ?
നീ സ്ക്രൂവില്ല കേട്ടോ, ഞാൻ പിടിച്ചേക്കാം. സൈഡിലത്തെ രണ്ടും കറുത്ത്. ആ വല്ലവരും വന്നിട്ടുണ്ടോ എന്ന് വെച്ചല്ലേ. പറയാനൊരു സംഗതി കാരണം നമ്മളങ്ങോട്ട് പറയുമെന്നോ അത് ജീവിക്കുമല്ലോ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തല്ലോ ഇങ്ങോട്ട് പറയുമോ നോക്കാം. ഇങ്ങോട്ട് പറയുമെന്നറിയാം.